ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചത്. ഇവിടെ ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിള തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്കും തോട്ടം നിർമ്മിച്ചു. അപ്പം നിലമ്പൂരിൽ തേക്കും തോട്ടം നിർമ്മിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിള തോട്ടം ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ്. അതായത് 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല 1937, 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. അതായത് ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. അപ്പോൾ ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. താഴെ കാണിച്ചിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാണ്. യൂണിസെഫിൻ്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആണ്. അപ്പോൾ യൂണിസെഫിൻ്റെ 8ാമത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? കാതറിൻ റസൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. അടുത്ത ക്വസ്റ്റ്യൻ, നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഇമ്മാനുവൽ കാന്റ് ആണ്. പി ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുത്തുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ആൻസർ 103 ഡിഗ്രി, 142 ഡിഗ്രി. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാതെ സമുദ്രജല പ്രവാഹമാണ് കാലിഫോർണിയ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹമാണ് കാലിഫോർണിയ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാബലേശ്വർ ആണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തെ പേടകമിറക്കി ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ചുവടെ നൽകിയിരിക്കുന്നവ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഇവയെല്ലാം വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനവും ചുവടെ നൽകിയിരിക്കുന്ന യോജിച്ച പ്രസ്താവന എന്ന് വെച്ചാൽ ഇവയൊന്നും യോജിച്ച പ്രസ്താവനയല്ല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നത് യോജിക്കാത്ത പ്രസ്താവന ബി ആണ്. അപ്പോൾ യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അപ്പോൾ ഹരിത വിപ്ലവത്തെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. പുറംപണിക്കാർ ഔട്ട്സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിത ഫലമാണ്? അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ പരിണിത ഫലമാണ് എന്തെന്ന് പറയുന്നത്? പുറംപണിക്കാർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ്. അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്ന വർഷം 2000 ഡിസംബർ 25 2000 അന്ത്യോദയ അന്ന യോജന നിലവിൽ വന്നത്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1D ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിയമ ഉപദേശകനാണ് BM റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ.
ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വല്ലഭായി പട്ടേൽ. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിയമനിർമ്മാണ നിയമോപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വല്ലഭായി പട്ടേലാണ്. ഇന്ത്യ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1B കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വകുപ്പ് 43 ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന വകുപ്പ് 44. ഗോവധൻ നിരോധിക്കുക എന്ന് പറയുന്നത് വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും എന്ന് പറയുന്നത് വകുപ്പ് 51. കുടിൽ വ്യവസായം എന്ന് പറയുന്നത് വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് വകുപ്പ് 44. ഗോവധ നിരോധനം വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും എന്ന് പറയുന്ന വകുപ്പ് 51. ഇന്ത്യ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ എല്ലാ പ്രസ്താവനയും തെറ്റാണ്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. ഇത് 3ഉം ശരിയാണ്. ഇന്ത്യ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 2ഉമാണ്. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അപ്പോൾ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ് ABDE ആണ്. അതായത് വിവാഹവും വിവാഹമോചനവും, ട്രസ്റ്റികളും, കാർഡുകൾ, കുടുംബാസൂത്രണം, ഇവ ഇത്രയും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്. അതായത് ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ KN സിംഗ് ആണ്. ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗി ആയിരുന്നു. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് 280 ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞാൽ KC നിയോഗി ആയിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തിയാണ് ആൻസർ M ഗംഗാധരക്കുറുപ്പ്. അപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആരൊക്കെയാണ്? PT ചാക്കോ, MK സക്കീർ, VK വേലായുധൻ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2ഉം 3ഉമാണ്. ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1 ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. സ്ഥാപിതമായത് 1956 നവംബർ 1 ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉം 4ഉമാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് എ ട്രൈബൽ എക്കോണമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. അപ്പോൾ ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്നതിൻ്റെ ജീവചരിത്രമാണ് എതിര്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ട്രൈബൽ എക്കോണമി. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. വൈഡർ ടെസ്റ്റ് ഏത് രോഗനിർണയ മാർഗമാണ് എന്ന് വെച്ചാൽ ടൈഫോയിഡ് ആണ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ C ആണ്. അപ്പോൾ മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ ബന്ധപ്പെട്ട് ശരിയായവ അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 ml രക്തത്തിൽ 12-16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. അപ്പോൾ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 ml രക്തത്തിൽ 12-16 ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ.